സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് ഏത് ഇൻഡസ്ട്രിയിലും ഹെൽപ്ഫുൾ ആണ്. And there's this particular cake that I'm obsessed with in London from a cafe, Leto. It's a milk cake. ഒരു സെലിബ്രിറ്റി വന്ന് ഞാനിതാ കഴിക്കുന്നത്, അല്ലെ എൻ്റെ ഫുഡ് കൾച്ചർ ഇതാണ്, ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ ആഹാരമാണ് കഴിക്കുന്നത്, അല്ലെ ഒരു പാക്ഡ് ഫുഡാണ് കഴിക്കുന്നതെന്ന് പറയുമ്പം അത് ട്രൈ ചെയ്ത് നോക്കാനും ഈ സെലിബ്രിറ്റി കഴിക്കുന്നത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ് കഴിക്കാനും പല ആൾക്കാരും കാണും. അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ സെലിബ്രിറ്റീസ് എല്ലാം ഒരു ഹെൽത്തി ഫുഡ് ഡയറ്റ് ആണെന്ന് പറയുന്ന ആ ഒരു പോയിന്റ് അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം ചില വേറെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നിവിൻ പോളി ആണെങ്കിലും പിന്നെ തമിഴ് സിനിമയിലെ വിജയ് സേതുപതിയൊക്കെ പറയുന്നത് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. അപ്പം അവർക്ക് ഇഷ്ടമുള്ളതൊന്ന് കഴിച്ചെങ്കിലേ അവർക്ക് നന്നായി കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള അവരുടെ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം അതിൽ ഇപ്പോൾ ബോളിവുഡ് പടങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഈ സിക്സ് പാക്ക് ഇതിലൊക്കെ ഹീറോ എന്ന് പറഞ്ഞാൽ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും. പക്ഷേ വേറെ ഇപ്പോൾ പല ഇൻഡസ്ട്രീസിലും റിയാലിറ്റിയിലോട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അതിൽ ചിലപ്പം നായകൻ ചിലപ്പോൾ വണ്ണമുള്ള ഒരാളായിരിക്കും. ഡാ തടിയാന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് അത് നായകൻ വണ്ണമുള്ള ഒരാളാണ്. അത് ഈ വണ്ണമുള്ള ശേഖറിനെയാണ് യൂസ് ചെയ്തത്. പണ്ട് മോഹൻലാലിൻ്റെ അങ്കിൾ ബട്ട്, അന്ന് മോഹൻലാൽ പിന്നെ പഞ്ഞിയൊക്കെ വെച്ചാന്ന് തോന്നുന്നു, എന്തോ പ്രോസ്തെറ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹോളിവുഡിലും എല്ലാം ഈ മെലിയും വണ്ണം വെക്കുകയൊക്കെ ചെയ്ത് അഭിനയിക്കുന്നവരൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ക്യാരക്ടർ അനുസരിച്ചാണ് ഈ ഹെൽത്തി ഡയറ്റും അൺഹെൽത്തി ഡയറ്റൊക്കെ വരുന്നത്. ചിലർ സിനിമയോട് അത്ര സ്നേഹമൊക്കെ ഉള്ളവർ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുത്ത് ക്യാരക്ടറിന് വേണ്ടിയുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്.